TKD ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് നാടൻ രീതിയിൽ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം എന്നുള്ളതാണ്. അന്നേരം അതിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 കിലോ കൂടുതലുള്ള ചിക്കൻ ഉണ്ട്. ഇതിപ്പം വലിയ പീസാണ്. നമുക്ക് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയായി ഇട്ടെടുക്കണം. അന്നേരം നമ്മൾ ചിക്കനൊക്കെ കൊണ്ടുപോയിട്ട് ചെറുതായിട്ടൊക്കെ അരിഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും 5 സവാള ചെറുതായിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ ഒരു 1/4 കിലോ ചെറിയ ഉള്ളി വേണം, പിന്നെ ഒരു 5 പച്ചമുളക്, പിന്നെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് വേണം, കൂടുതലായാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പിന്നെ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയത് കുറച്ച്. അന്നേരം നമ്മുടെ സാധനങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ പാത്രമൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കരിയാപ്പലയും കൂടി കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കരിയാപ്പലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ആദ്യമേ നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി നല്ല പോലെ വഴണ്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഏകദേശം ചെറിയ ഉള്ളി നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൂട്ടത്തിൽ സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി സവാളയും ചെറിയുള്ളിയും കൂടെ അത് രണ്ടും നല്ല പോലെ നമുക്ക് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മൾ സവാള ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് സവാളയും ചെറുള്ളിയും കൂടെ നല്ല പോലെ വഴറ്റിയെടുക്കണം. ഇപ്പം ഏകദേശം നമ്മുടെ സവാളയും ചെറുള്ളിയൊക്കെ നല്ല പോലെ വഴണ്ടിട്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തോട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തോട് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് പച്ചമുളക്, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ നമുക്ക് ആ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പേസ്റ്റ് വരുമല്ല, ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നല്ലപോലെ ഇളക്കി വഴറ്റി മൂപ്പിച്ചെടുക്കണം നമുക്ക്. അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് തിളച്ചതിന് ശേഷം നമുക്ക് പാകത്തിന് നമ്മൾ ബാക്കി ഉപ്പോട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് ഉപ്പോട് ഇട്ട് കൊടുത്തു. അതിനുശേഷം അതും ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ. അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതും ഒന്ന് നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ഇളക്കി. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കന് അത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ ആദ്യമേ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വഴറ്റി ഒരു ശകല നേരം ഒന്ന് വേവിച്ചതിന് ശേഷം മാത്രം നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കാം. എന്തായാലും ചിക്കൻ ഇതിൻ്റെ ഇട്ടിട്ട് ചിക്കൻ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിന് മുമ്പായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഇളക്കാം. നമ്മുടെ ഉള്ളിയും നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇനി നമുക്ക് കുറച്ച് നേരം നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം വഴണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ചിക്കനൊക്കെ വഴണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ആദ്യമേ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയാണ് കേട്ടോ, പൊടിച്ചെടുത്തേക്കുമാണ്. പിന്നെ എരിവ് വേണ്ടവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മല്ലിപ്പൊടി ഒരു 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് പിരിയനും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ മുളകും കൂടെ മിക്സാക്കി പൊടിച്ചാണ് കേട്ടോ, പിരിയനും സാദായും കൂടെ. അതുകൊണ്ട് അത്യാവശ്യം നല്ല എരിയുണ്ട്. അങ്ങനെ മുളക് പൊടിയും മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ചിക്കൻ മസാല ഒരു 1.5 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇറച്ചിയെ മസാല പറ്റത്തക്ക രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് മസാല ഇറച്ചിയിലെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1.5 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഇറച്ചി നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്കാണെങ്കിൽ ചാറ് കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഏറെ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അധികം ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കണമെന്നില്ല, കുറച്ച് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ.
അങ്ങനെ വേണ്ട നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കതൊന്ന് നല്ലപോലെ ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ. നല്ലപോലെ ഇരുന്ന് വേവട്ടെ. ഇപ്പോൾ വേണ്ട ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ഇറച്ചി നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും. അന്നേരം നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. അന്നേരം വേണ്ട നമ്മുടെ ഇറച്ചി വേണ്ട നല്ലപോലെ തന്നെ തിളച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മസാലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും മൊത്തം സാധനങ്ങളെല്ലാം നല്ലപോലെ ഇറച്ചി പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വേണ്ട കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമ്മൾ വേണ്ട അടച്ചൊന്ന് വെക്കുവാണ് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ പാത്രം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടായിരിക്കും. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. വേണ്ട നമ്മുടെ ചിക്കൻ കറി കണ്ടില്ല നല്ലപോലെ കിടന്ന് തിളക്കേണ്ടില്ല. നമ്മുടെ മസാലയും അതുപോലെ തന്നെ നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം നമ്മുടെ ചിക്കനെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അടിപൊളി കറിയാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. 100% നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. അന്നേരം നമുക്ക് ഇതുപോലുള്ള നല്ലൊരു വീഡിയോസായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.